വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവ നരഭോജി കടുവ ചത്തിരിക്കുന്നു. അതിനെ ചത്ത നിലയിൽ അതിന്റെ ജഡം കണ്ടെത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് CCF ഉദ്യോഗസ്ഥയും ഒപ്പം തന്നെ അരുൺ സക്കറിയയും ഒപ്പം വനം മന്ത്രിയുമെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കടുവയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ്. കടുവയെ ബേസ് ക്യാമ്പിൽ എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അറിയുന്നത്. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ് അലി, എല്ലാവരും ഈ കടുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ഇപ്പോൾ അനീസ് അലി എവിടെയാണ്? കടുവ എങ്ങോട്ടാണ് മാറ്റിയത്? ഇപ്പോൾ ഈ ബേസ് ക്യാമ്പിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് കടുവയെ എത്തിച്ചത്. ചത്ത നിലയിൽ കടുവയെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന RRT അംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വലിയ തരത്തിൽ ആശ്വാസത്തിലാണ്. അവരിപ്പോൾ പ്രാതൽ കഴിക്കുകയാണ്. കുറച്ച് ദിവസമായി ഊണും ഉറക്കവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ കടുവ പിടിയിലായി. ഇപ്പോൾ ഈ ചായക്കൊക്കെ നല്ല മധുരം തോന്നുന്നുണ്ടാവും അല്ലേ? എന്തായാലും വലിയ ആശ്വാസത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. എന്തായാലും നല്ല ഒരു ആശ്വസിക്കാവുന്ന വാർത്ത അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണ രാവും പകലും അവർ ഈ ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് കടുവ പിടിച്ചു, അതിൻ്റെ ആശ്വാസത്തിലാണ് അവരെല്ലാവരും ഉള്ളത്. ആ ഒരു സന്തോഷം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറക്കൊഴിച്ച് കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിലായിരുന്നു അവരുണ്ടായിരുന്നത്. 12 മുതൽ 2:30 വരെ ആ കടുവയെ കൃത്യമായി അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തടസ്സങ്ങൾ നേരിട്ടു. അത് കോടമഞ്ഞ് മൂടിയത് കൊണ്ട് ആ തെർമൽ ഡ്രോണിൽ കൃത്യമായി സിഗ്നലുകൾ ലഭിക്കാതെ ഇരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് അവർക്ക് ഇന്ന് 6:30 കൃത്യമായി കടുവയുടെ ജഡം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അവർക്ക് ഏറ്റവും ആശ്വസിക്കാവുന്ന കാര്യം. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി വിദഗ്ധർ, വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം പൂർണ്ണ സമയവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അരുൺ സക്കറിയ ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് മയക്കുവെടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വെടിവെക്കുകയോ ചെയ്തിട്ടില്ല. കടുവക്ക് അതിൻ്റെ മേലുള്ള സ്വയം പരിക്കുകൾ തന്നെയാണ് അതിന്റെ മരണകാരണമായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏതായാലും എന്താണ് മരണകാരണമായിട്ടുള്ളത് എന്നതെല്ലാം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ പറയുന്നതനുസരിച്ചിട്ട് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഓപ്പറേഷന് ഏർപ്പെട്ടിട്ടില്ല, അതുകൊണ്ടല്ല കടുവ ചത്തിട്ടുള്ളത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കടുവയെ കുപ്പാടിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. കുപ്പാടിയിലെ വന്യമൃഗപരിപാലന കേന്ദ്രമുണ്ട് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള, അവിടേക്ക് മാറ്റി അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഈ കടുവയുടെ കൂടുതൽ പരിക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരൂ. ഏതായാലും ഇപ്പോൾ 7 വയസ്സുള്ള കടുവയാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ മറ്റു കാര്യങ്ങൾ വയനാട് ഓപ്പറേഷൻ 2ാം ഘട്ടം തുടരുമെന്നാണ് ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ്റെതായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവന. അദ്ദേഹം പറയുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പാക്കും, RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് 2-3 ദിവസം തുടരുമെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് മന്ത്രിയുടേതായി പ്രതികരണമായി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും എന്നാണ് അറിയിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ദൗത്യം? കഴിഞ്ഞൊരു ആശ്വാസം ഉണ്ടല്ലോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാണ്ട് ഇപ്പൊ എല്ലാവരും ഒരു സന്തോഷത്തോടെ പ്രാർത്ഥനയിലിരിക്കുന്ന കാഴ്ച. അതെ, തീർച്ചയായിട്ടും. നമ്മള് നാട്ടുകാരും വലിയ ആശ്വാസത്തിൽ. തീർച്ചയായിട്ടും ആളുകൾ ഇത്രയും പിന്നെ ഒരു എന്താ പറയാ, ഈ ഒരു ഓപ്പറേഷൻ ആളെ കൊന്ന കടുവയാണ്. പേടി കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അവർക്ക് ഒരു ആശ്വാസം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അതിനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഏത് അവസ്ഥയിലാണെങ്കിലും അത് ഈ നാട്ടിൽ നിന്ന് പോയി എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനും പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിന്റെ പിന്നെ ക്യാമറ ട്രാപ്പ് ഇമേജുകൾ ഉണ്ട്. അത് വെച്ചിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇത് തന്നെയാണെന്നുള്ളത് പൂർണ്ണമായിട്ടും 100% ഉറപ്പാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഉറക്കൊഴിച്ചിട്ടുള്ള തെരച്ചിലായിരുന്നു. ടീം ഫുൾ ടൈം പിന്നെ ഇതിന് പുറമെ തന്നെയായിരുന്നു. കാരണം ഈ 2 ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബാംഗം തന്നെയാണ്. ഒന്ന് നമ്മുടെ വാച്ചറുടെ ഭാര്യയാണ്, രണ്ടാമത് നമ്മുടെ പിന്നെ ഒരു BFO തന്നെയാണ്. ഇതിൽ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് പോയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇതും കൂടിയുണ്ട്. നമ്മൾ അത് ആ ഒരു ഗൗരവത്തോടു കൂടി പിന്നെ പൊതുജനത്തിന്റെയും, കാരണം ആളുകൾ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അതൊക്കെ കൂടി അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ
വ്യക്തമാകുന്നുണ്ട്. എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവർ ഈ ദൗത്യത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുകയാണ്. എന്തായാലും അവരുടെ കുടുംബാംഗങ്ങളെ തന്നെയാണ് അവർക്ക് നേരത്തെ നഷ്ടമായിരിക്കുന്നത്. നേരത്തെ വനം വകുപ്പ് വാച്ചറുടെ ഭാര്യയാണ് രാധ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അവരുടെ BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ആ കടുവയെ ഇങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു, അത് ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമൊക്കെ വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. അതിൻ്റെ മരണകാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം കഴിയണം. നേരത്തെ വെറ്ററിനറി ഡോക്ടർ അരുൺ സക്കരെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കടുവയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള പഴക്കമേറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം മരണകാരണം. മാത്രമല്ല പുതിയ മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് അതൊരുപക്ഷെ കാട്ടിൽ നിന്ന് മറ്റു മൃഗങ്ങളുമായൊക്കെയുള്ള ഏറ്റുമുട്ടലിലായിരിക്കണം ഇത്തരമൊരു മുറിവുണ്ടായത്. ഒരുപക്ഷെ അതുകൊണ്ട് ഇര തേടാനായി നാട്ടിലേക്ക് ഇറങ്ങിയതായിരിക്കണം കടുവ എന്നുള്ള സാധ്യതകളിലേക്ക് കൂടെ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തായാലും കടുവയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. അതിനൊപ്പം തന്നെ വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കടുവ ദൗത്യം ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റ് സ്പെഷ്യൽ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരം ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് പരിശോധനയ്ക്കും ഒപ്പം തന്നെ അത്തരം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇതോടുകൂടെ തന്നെ തുടരും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും നരഭോജി കടുവ ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ. ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഊണുമുറക്കവും ഇല്ലാതെ രാവും പകലുമൊക്കെ ഈ കടുവയ്ക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത്.